നമസ്കാരം. ഇന്ന് പറയാൻ പോകുന്നത് ശ്രീലങ്ക, നേപ്പാൾ, ബംഗ്ലാദേശ് പോലുള്ള രാജ്യങ്ങളിൽ നടമാടിയ പ്രക്ഷോഭങ്ങളിലൂടെ ഭരണം അട്ടിമറിക്കാൻ വേണ്ടി അതേ രീതിയിൽ ഇന്ത്യയിൽ ശ്രമിച്ചാൽ അത് നടക്കുമോ ഇല്ലയോ? ഒരു വിഭാഗം ജനങ്ങളെങ്കിലും ഇന്ത്യയിൽ അട്ടിമറി നടക്കണമെന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ഒരിക്കലും നടക്കാത്ത ഒരു കാര്യമാണത്. കാരണം ഈ ദുർബല രാഷ്ട്രങ്ങളെ പോലെയല്ല ഇന്ത്യ. ഇവിടെ ഏതെങ്കിലും ഒരു തീവ്രവാദ ഗ്രൂപ്പ് അട്ടിമറി ശ്രമം നടത്തുകയും ഭരണം പിടിച്ചെടുക്കാനുള്ള വ്യാമോഹത്തിൽ കയറി കളിച്ചാൽ അതിലിറങ്ങിയവരെല്ലാവരും വടിയാകുമെന്നല്ലാതെ അതിൻ്റെ നേതൃത്വ സ്ഥാനത്തുള്ളവരുണ്ടവരെ അവരൊക്കെ നെഞ്ചും കൂട് തകർത്തുകൊണ്ട് ഇന്ത്യൻ സൈന്യം എന്ന് പറഞ്ഞൊരു വലിയൊരു കരുത്തുറ്റ ഒരു വേൾഡിൽ തന്നെ ഏറ്റവും വലിയൊരു കരുത്തുറ്റ സൈനിക ശക്തിയുണ്ട് ഇവിടെ. ഏതെങ്കിലും ഒരു ദുർഭരണം അല്ലെങ്കിൽ മറ്റൊരു സംഭവം ഈ ഇന്ത്യ ഭരിക്കാമെന്ന് വിചാരിച്ചാൽ നടക്കാത്തൊരു കാര്യമാണ്. കാരണം ഭരണാധികാരികളെ സുരക്ഷിതമായി കൈകളിൽ എത്തിക്കാൻ തക്കതായ പ്രാപ്തിയുള്ള ഒരു സൈനിക ശക്തിയുള്ള രാജ്യമാണ് ഇന്ത്യ. ഒരിക്കലും ഇനി എത്ര കാലത്തെ പ്രയത്നം കൊണ്ടും ഒരു ഇന്ത്യയെ കീഴ്പ്പെടുത്തുക അല്ലെങ്കിൽ ഇന്ത്യ മറ്റ് വിദേശ ശക്തികളുടെ സഹായത്തോടെ ഇന്ത്യയുടെ എല്ലാ സംവിധാനങ്ങളെയും തകർത്തെറിയുക എന്ന ഒരു ലക്ഷ്യമാർഗ്ഗമെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ വെറും വ്യാമോഹമാണ്. കാരണം ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. പ്രക്ഷോഭം തുടങ്ങിയാൽ തന്നെ ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ നമ്മുടെയൊക്കെ ജോലിയും നമ്മുടെയൊക്കെ കുട്ടികളുടെ വിദ്യാഭ്യാസവും നമ്മുടെയൊക്കെ ഈ വീടും സുഖസൗകര്യമൊക്കെ കളഞ്ഞ് നമ്മളൊക്കെ പ്രക്ഷോഭത്തിൽ ഇറങ്ങുക ഒരിക്കലുമില്ല. ഒരു രാഷ്ട്രീയത്തിലോ ഒരു മതവിഭാഗത്തിൽപ്പെടുന്ന ഒരാളും ഇറങ്ങത്തില്ല. കുറച്ച് ഏരിയയിൽ കുറച്ച് ആൾക്കാർ ഇറങ്ങും. പക്ഷേ ഇനി എന്ത് ചെയ്തിട്ട് എന്ത് വലിയ പ്രശ്നം ഉണ്ടാക്കിയാലും അതിൻ്റെ നേതാക്കന്മാരെ ഇന്ത്യൻ സൈന്യം വെറുതെ വിടുമെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. അതുകൊണ്ട് തന്നെ അത്യുന്നതങ്ങളിൽ എത്താമെന്ന് വിചാരിക്കുന്ന തീവ്രവാദ ഗ്രൂപ്പിലെ ആൾക്കാരല്ലോ വെറുതെ വ്യാമോഹം അതൊക്കെ അവർക്ക് നടക്കാൻ പോകുന്നില്ല. കാരണം ഇന്ത്യൻ സൈന്യം എന്നൊരു വലിയൊരു കടമ്പ കടന്നിട്ട് ഒരാൾക്കും ഇവിടുത്തെ ഭരണം പിടിച്ചെടുക്കുവാനോ അല്ലെങ്കിൽ അവരുടെ രീതിയിൽ ഒരു ഭരണം കൊണ്ടുവരാനോ ഒന്നിക്കലും നടക്കാൻ പോകുന്നില്ല. ഇത് ഇന്ത്യയാണ്. ഇന്ത്യൻ സൈന്യത്തിൻ്റെ ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ സൈനിക ശക്തിയിൽ കരുത്തിലൂടെ നടന്നു പോകുന്ന രാജ്യമാണ് ഇന്ത്യ. അതുകൊണ്ട് തന്നെ ഒരു പ്രക്ഷോഭവും ഒരു തീവ്രവാദവും ഈ മണ്ണിൽ പൊട്ടിമുളക്കാൻ പോകുന്നില്ല. അതിനൊക്കെ അടിച്ചമർത്തുക തന്നെ ചെയ്യും. ഇന്ത്യയിൽ ഏത് രാഷ്ട്രീയ പാർട്ടി അധികാരത്തിലേറിയാലും അതിനെ നല്ല രീതിയിൽ ഭരണം നടത്താനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാൻ ഇവിടെ ഇന്ത്യൻ ആർമിയുണ്ട്. അതിൽ കയറി ഒരു മാന്താനൊന്നും ആരെക്കൊണ്ടും സാധ്യമല്ല. തീവ്രവാദം വളരും, മറ്റ് പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കുക, കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുക വിചാരിച്ചാൽ അതൊന്നും ഇവിടെ എത്താൻ പോകുന്നില്ല. കാരണം നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യൻ ആർമിയെ മറികടന്ന് ഇവിടെ ആർക്കും ഒരു ഭരണം പിടിച്ചെടുക്കുവാനോ അല്ലെങ്കിൽ നാളെ മറ്റുന്ന വലിയൊരു പ്രക്ഷോഭം സംഘടിപ്പിക്കാനോ ഒന്നും സാധ്യമല്ല. അതിനൊന്നും ആരും രഹസ്യമായി സപ്പോർട്ട് ചെയ്യാൻ നിൽക്കേണ്ട. എവിടെ എത്തൂല. ഇല്ല സുഖസൗകര്യത്തിൽ അങ്ങ് നന്നായി ജീവിച്ചു പോവുക. ഇത് ഇന്ത്യയാണ്. ഓക്കെ. അതുപോലെ തന്നെ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇന്ത്യക്കെതിരെ യുദ്ധത്തിന് വരുന്ന ഏത് രാജ്യങ്ങളാവട്ടെ അവർക്കൊക്കെ ഇന്ത്യൻ ബ്രഹ്മോസ് പോലുള്ള അതിമാരകമായ മിസൈലുകൾ ഫ്രീ ആയി നൽകുന്നതായിരിക്കും. നിമിഷം നേരം കൊണ്ട് അവരുടെ വീട്ടിലെത്തിച്ചേരും. ഓക്കെ.